Welcome back. This is access list session part 2. ഇവിടെ നമ്മൾ പറഞ്ഞത് അത് നമുക്ക് സോഴ്സ് ഉണ്ട്, R1 ഡെസ്റ്റിനേഷൻ ഉണ്ട്, R2. എൻ്റെ 10.2 എന്ന് പറയുന്ന സോഴ്സ് കമ്പ്യൂട്ടർ R2 റൗട്ടറിനെ 150.1.0.2 എന്ന് പറയുന്ന IP വഴി, അതായത് S00 വഴിയും then 192.168.30.2/30.1/24 F0/0 ഇതുവഴിയും 10.2 എന്ന് പറയുന്ന PC-ക്ക് R2-നെ ടെൽനെറ്റ് ചെയ്യാം. ഇതിൽ 10.2 എന്ന് പറയുന്ന സിസ്റ്റം 10.2 എന്ന് പറയുന്ന സിസ്റ്റം R2-നെ F0/0 വഴിയുള്ള സർവീസ് ഡിനേ ചെയ്യണം. അപ്പം അതിനുവേണ്ടി നമ്മൾ എഴുതിയ സ്റ്റേറ്റ്മെൻ്റ് ആണ് ലെറ്റ്സ് സേ R1. ഇവിടെ ആക്സസ് ലിസ്റ്റ് 135 ഡിനേ ക്വസ്റ്റ്യൻ മാർക്ക് അടിക്കുമ്പോൾ ഇവിടെ നിങ്ങൾക്ക് ടെൽനെറ്റ് കാണാൻ പറ്റില്ല. കാരണം ടെൽനെറ്റ് ICMP പ്രോട്ടോക്കോൾ അല്ല, അല്ലെങ്കിൽ ഒരു ലെയർ 4 പ്രോട്ടോക്കോൾ അല്ല. ടെൽനെറ്റ് TCP ബേസ്ഡ് ആണ്, അതായത് അപ്ലിക്കേഷൻ ലെയർ പ്രോട്ടോക്കോൾ. അപ്പം അതുകൊണ്ട് നമ്മളിവിടെ TCP എന്ന് പറയുക. പിന്നെ ആസ് യൂഷ്വൽ നമ്മൾ സോഴ്സ് പറയണം 192.168.10.2, then respective wildcard mask, then destination 192.168.30.1/000. then ഇവിടെ ക്വസ്റ്റ്യൻ മാർക്ക് അടിക്കുമ്പോൾ യു ക്യാൻ സി മെനി ഫീൽഡ് ലെറ്റ്സ് GT ഗ്രേറ്റർ ദാൻ. അപ്പം നിങ്ങളിവിടെ ഒരു പ്രോട്ടോക്കോൾ കൊടുക്കുവാണെങ്കിൽ, ഒരു പ്രോട്ടോക്കോൾ നമ്പർ കൊടുക്കുവാണെങ്കിൽ ലെറ്റ്സ് 23 ഞാൻ കൊടുക്കുവാണ് GT 23 അല്ലെങ്കിൽ GT ടെൽനെറ്റ് എന്ന് കൊടുക്കുവാണെങ്കിൽ ലെറ്റ്സ് സേ പോർട്ട് നമ്പർ 23 പറയാം. അപ്പോൾ 23ക്ക് ശേഷമുള്ള ഗ്രേറ്റർ ദാൻ GT ഈക്വൽ ടു ഗ്രേറ്റർ ദാൻ 20 പോർട്ട് നമ്പർ അപ് ടു 65535. സോ പോർട്ട് നമ്പർ 23ക്ക് ശേഷമുള്ള എല്ലാം ഇൻക്ലൂഡിങ് പോർട്ട് നമ്പർ 23, അതാണ് ഗ്രേറ്റർ. ഇതിന് പകരം ഞാനിവിടെ LT ലെസ്സർ ദാൻ അല്ലെങ്കിൽ EQ അത് മാത്രം, അതാണ് ഇപ്പം നമ്മൾ കൊടുത്തിരിക്കുന്ന 23 ഇതിനകത്തുള്ള. അതല്ലെങ്കിൽ NEQ 23 എന്ന് പറഞ്ഞാൽ 23 ഒഴിച്ച് ബാക്കിയെല്ലാം നോട്ട് ഈക്വൽ ടു 23. ഓക്കെ, അല്ലെങ്കിൽ നമുക്കിവിടെ ഒരു റേഞ്ച് പറയാം. ഇന്ന പ്രോട്ടോകോൾ മുതൽ ലെറ്റ്സ് സേ ഇഫ് ഐ ആം ഗിവിംഗ് റേഞ്ച് എന്ന് പറയുകയാണെങ്കിൽ എനിക്ക് 65,535 പ്രോട്ടോകോൾസ് ഉണ്ട്. അതിനകത്തുള്ള ഏതെങ്കിലും ഒരു സ്പെസിഫിക് റേഞ്ച് പറയാൻ വേണ്ടി പറ്റും. ഓക്കെ, അപ്പോൾ ഞാനിവിടെ കൊടുത്തിരിക്കുന്നത് EQ എന്ന് പറഞ്ഞിട്ടാണ്, ഈക്വൽ ദെൻ ഒന്നിക്ക് എനിക്ക് പോർട്ട് നമ്പർ പറയാം. ഉദാഹരണത്തിന് FTP പോർട്ട് നമ്പർ 21, ടെൽനെറ്റ് പോർട്ട് നമ്പർ 23, HTTP പോർട്ട് നമ്പർ 80. ഒന്നിക്ക് എനിക്ക് ടെൽനെറ്റ് 23 എന്ന് പറയാം, അതല്ലെങ്കിൽ ടെൽനെറ്റ് എന്ന് കൊടുക്കാം. ഓക്കെ, അങ്ങനെയാണ് നമ്മളിവിടെ ഡു ഷോ ആക്സസ് ലിസ്റ്റ് കൊടുത്തിരിക്കുന്നത്. ഇവിടെ പറയുന്നത് 10.2 എന്ന് പറയുന്ന ഹോസ്റ്റിൽ നിന്ന് 30.1 എന്ന് പറയുന്ന ഡിവൈസിലേക്ക് ടെൽനെറ്റ് ട്രാഫിക് ആണ് പോകുന്നതെങ്കിൽ ഡിനേ ചെയ്യുക. അപ്പോൾ നമുക്ക് 10.2 എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിന്ന് R2-നെ 30.1 വഴി ടെൽനെറ്റ് ചെയ്ത് നോക്കാം. ഓക്കെ, സോ ലെറ്റ്സ് വി ഗോ ബാക്ക് ടു PC1. PC1 എന്ന് ഉദ്ദേശിക്കുന്നത് ലെറ്റ്സ് സേ IP config 10.2. ഓക്കെ, ഞാനിതിനെ ടെൽനെറ്റ് ചെയ്യാം. ടെൽനെറ്റ് 30.1 കിട്ടുന്നുണ്ട്. റീസൺ എന്തായിരിക്കും?
റീസൺ നമ്മളിത് ക്രിയേറ്റ് ചെയ്തു, പക്ഷെ ഇത് അപ്ലൈ ചെയ്തിട്ടില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡു ഷോ റൺ നമ്മുടെ ഇന്റർഫേസ് F0/0 നമ്മളിത് അപ്ലൈ ചെയ്യണം 10.1ലേക്ക്. ഈ ഇന്റർഫേസ് എന്ന് ഉദ്ദേശിക്കുന്നത്, if you look into the design, this is 10.1. So when a packet coming from 10.2 to the R1 towards to the R2, it will arrive to R1 via 10.1. 10.2 നിന്ന് ഒരു പാക്കറ്റ് R2ലേക്ക് പോകുമ്പോൾ അത് ആദ്യം R1ലേക്ക് വരുന്നത് 10.1 വഴിയാണ്. അപ്പൊ 10.1 ആക്സസ് ലിസ്റ്റ് അപ്ലൈ ചെയ്തിട്ടില്ല, നമ്മൾ ക്രിയേറ്റ് മാത്രമേ ചെയ്തിട്ടുള്ളൂ. നമ്മൾ R1 ഒന്നും കൂടെ നോക്കാം. ഇതാണ് നമ്മുടെ F0/0. ഇതിനകത്ത് നമ്മൾ ആക്സസ് ലിസ്റ്റ് അപ്ലൈ ചെയ്തിട്ടില്ല. 135 എന്ന് പറയുന്ന 135 എന്ന് പറയുന്ന ആക്സസ് ലിസ്റ്റ്. അപ്പോൾ ലെറ്റ്സ് സേ വി ഗോ ബാക്ക് ടു ഓൾറെഡി കോൺഫിഗിലാണ് ഇന്റർഫേസ് F0/0 IP access group 135 in do show. Okay, do show run. ഇപ്പൊ നോക്കിയേ, നമ്മുടെ F0/0 ഒരു സ്റ്റേറ്റ്മെന്റ് കൂടെ വന്നു. 135 in എന്നിട്ട് അപ്ലൈ ചെയ്തു, റൈറ്റ് ചെയ്ത്. Now we go back to PC1. Okay, ഇത് 10.2 trying to access 30.1ലേക്കുള്ള ടെൽനെറ്റ് സർവീസ് നമ്മൾ ബ്ലോക്ക് ചെയ്തു. അതേസമയം 30.1ലേക്ക് പിങ് അടിച്ചു നോക്കാം. സോ അതിനു മുമ്പ് നമ്മൾ എത്ര പാക്കറ്റ് മാച്ച് ആയതിന് നോക്കാം. വി ഗോ ബാക്ക് ടു R1, ഷോ ആക്സസ് ലിസ്റ്റ്. ഓക്കെ, 24 പാക്കറ്റ് മാച്ച് വന്നു. അത് ട്രൈങ് ടു ആക്സസ്. ഇത് നമ്മൾ ട്രൈ ചെയ്തത് ടെൽനെറ്റ് ആണ് കേട്ടോ. ഇനി നമുക്ക് 30.1ലേക്ക് 10.2 നിന്ന് പിങ് ചെയ്ത് നോക്കാം, അതായത് ടെൽനെറ്റ് അല്ലാത്ത പ്രോട്ടോകോൾ. സോ ലെറ്റ്സ് സേ PC1. നമ്മളിവിടെ ടെൽനെറ്റിന് പകരം പിങ് ഉണ്ട്. പിങ് എന്ന് പറഞ്ഞാൽ ICMP 4 പാക്കറ്റാണ് പോയത്. അപ്പോൾ നമുക്ക് R1 നോക്കിയാൽ കാണാൻ പറ്റും, കണ്ടോ, 4 പാക്കറ്റ് പോയത്. ICMP 10.2 നിന്ന് 30.1ലേക്ക് ടെൽനെറ്റ് അല്ലാത്ത മറ്റു എനി പ്രോട്ടോകോൾസ് വിച്ച് മാച്ച്ഡ് അണ്ടർ സീക്വൻസ് നമ്പർ 20. ഇനി നമുക്ക് PC1 നിന്ന് ടെൽനെറ്റ് ചെയ്യാം R2ലേക്ക്, പക്ഷേ ഡിഫറെൻറ്റ് IP 150.1.0.2. യെസ്, സിസ്റ്റർ എനേബിൾ CCM. നമുക്ക് ആക്സസ് ഉണ്ട്, അതായത് സെയിം റൗട്ടറിലേക്ക് ഡിഫറെൻറ്റ് IP 150.1.0.2. കാരണം നമ്മൾ എഴുതിയ സ്റ്റേറ്റ്മെന്റ് പ്രകാരം 10.2 എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിന്ന് 30.1 വഴി ടെൽനെറ്റ് ചെയ്യുവാണെങ്കിൽ മാത്രം ഡിനേ ചെയ്താൽ മതി, അല്ലാത്തതെല്ലാം പെർമിറ്റ് ചെയ്യണം. സോ വിൽ ഗോ ബാക്ക് അഗെയിൻ, ചെക്ക് ദി സ്റ്റേറ്റ്മെന്റ്. നമുക്കിവിടെ നോക്കിയേ, പാക്കറ്റ് മാച്ച് ആയിട്ടുണ്ട്. ഓക്കെ, ഇനി ഞാൻ ഈ സ്റ്റേറ്റ്മെന്റ് റിമൂവ് ചെയ്യാം. നോ IP access group 135 in, no access list 135. ഇനി ഞാൻ പറയുന്ന ചോദ്യം ഇങ്ങനെയാണ്, 10.2 സിസ്റ്റം R2നെ, so let's say question, we can frame the question now. Deny telnet traffic from 192.168.10.2/24 to R2 via all the IPs. എന്ന് വെച്ച് കഴിഞ്ഞാൽ 10.2 എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിന്ന് R2നെ റീച്ച് ചെയ്യുന്ന എല്ലാ IP വഴിയുള്ള ടെൽനെറ്റ് ട്രാഫിക്കിനെ ഡിനേ ചെയ്യണം. R2ലേക്ക് റീച്ച് ചെയ്യുന്ന എല്ലാ IP എന്ന് പറഞ്ഞാൽ ഏതൊക്കെയാ? ഒന്ന് 150, ഒന്ന് 30, 2 വഴിയുമുള്ള ടെൽനെറ്റ് ട്രാഫിക് ഡിനേ ചെയ്യണം. അപ്പൊ അതിന് വേണ്ടിയിട്ട് ഡെസ്റ്റിനേഷൻ നമുക്ക് സ്പെസിഫൈ ചെയ്ത് IP കൊടുക്കേണ്ട ആവശ്യമില്ല, ഓൾ IPs എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ മാത്രം നമുക്ക് IP സ്പെസിഫൈ ചെയ്ത് പറഞ്ഞാൽ മതി. അതിന് പകരം നമുക്ക് എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ R1 കയറിയിട്ട്
access list, deny, let's say any access list number in between 100 to 199. Deny 145, then TCP 190 to 168.10.2, single digit 000. Destination, either we can define individually for both IPs. 190 to 160.30.2 individually parayam, 151.0.2 individually parayam. Adalengil, we can put simply, somewhere is the error, fine. Access list deny, okay. Access list 145 deny TCP 192.168.10.2 0000. Then we can see any destination equal to 23. ഇവിടെ പറഞ്ഞിരിക്കുന്നത് 192.168.10.2 എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിന്നും ടെൽനെറ്റ് ട്രാഫിക് towards to any address need to be denied. അത് ഏത് അഡ്രസ് വേണമെങ്കിലും ആവാം. Okay, then access list 145 permit IP any ഈ any കൊടുക്കുന്ന എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ സോഴ്സിനകത്ത് 10.2 അല്ലാത്ത വേറെ ആരെങ്കിലും ഉണ്ടെങ്കിൽ 10.3 ഓ 10.4 ഓ ഉണ്ടെങ്കിൽ അവർക്ക് പെർമിറ്റ് ചെയ്യാൻ വേണ്ടി. Then interface f0/0 IP access group 145 in. Do show access -list. ഇതിനകത്ത് പറഞ്ഞിരിക്കുന്നത് destination can be anything but source must be 10.2. അല്ലാത്തതെല്ലാം പെർമിറ്റ് ചെയ്യണം. So we can try from 10.2 first as a source. ഇതാണ് നമ്മുടെ 10.2 സിസ്റ്റം. IP config 10.2. നമ്മൾ പറഞ്ഞിരിക്കുന്നത് 30.1 പിങ് ഉണ്ട്. Then 150.1.0.2 പിങ് നമ്മൾ ബ്ലോക്ക് ചെയ്തിട്ടില്ല. പകരം നമുക്ക് ടെൽനെറ്റ് നോക്കാം. ടെൽനെറ്റ് 150.1 151.0.2 വഴി ഡിനൈഡ് ആണ്. ഇതേപോലെ നമുക്ക് 30.1 വഴിയും ഡിനൈഡ് ആണ്. അതായത് TC1 190 to 160.10.2 എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിന്ന് R2ലേക്ക് എല്ലാ പോസിബിൾ ടെൽനെറ്റും ഡിസേബിൾ ആണ്. So we'll check the packets. You can see that the filtering packets. Now 10.2 അല്ലാത്ത സിസ്റ്റം, let's say we go to test in 10.3. 10.3 എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിന്ന് നമുക്ക് ട്രൈ ചെയ്യാം. IP config 10.3 telnet 190 to 168.30.1 പോസിബിൾ ആണ്. കാരണം സോഴ്സ് മാച്ച് ആയില്ല, സോഴ്സ് ഡിഫറെൻ്റ് ആണ്. 150.1.0.2 സിസ്റ്റം എനേബിൾ CC ആണ്. അതായത് 10.3 എന്ന് പറയുന്ന സിസ്റ്റത്തിൽ നിന്ന് ടെൽനെറ്റും ഈവൻ പിങ്ങും എല്ലാം പോസിബിൾ ആണ്. കാരണം നമ്മുടെ സോഴ്സ് മാച്ച് ആവുന്നില്ല. പിങ് 150.1.0. ഓക്കെ. There are few packets matched. Okay, so this is all about access list. I know it required for you to more practice. So do as much as you can practice. Then let me know if you have any doubt, concern about any lab, so that we can regenerate the same scenarios. So hope you enjoyed and understood the access list, extended access list subject today. So thank you for joining with us from CML Infotech. Have a good time.